ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ +1 +2 തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മളുടെ എക്സാമിൻ്റെ ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ചിലപ്പം കിട്ടിയിട്ടുണ്ടാകും അല്ലേ? PDF ഒക്കെ ആയിട്ട് ചിലർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിഞ്ഞവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അറിയാത്തവരാണെങ്കിൽ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ +1-ൻ്റെയും +2-ൻ്റെയും തുല്യതാ പരീക്ഷയുടെ പുതിയ ടൈം ടേബിളാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് എഴുതിയെടുത്തിട്ട് അത് പ്രകാരം നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ഓരോ ദിവസത്തെയും പരീക്ഷ ഒരുപാട് ദിവസങ്ങൾ ഗ്യാപ്പ് വരുന്നുണ്ട്. ഒരു ശനിയാഴ്ച പരീക്ഷ നടന്നാൽ അടുത്ത ശനിയാഴ്ചയാണ് മറ്റൊരു പരീക്ഷ വരുന്നത്. അങ്ങനെ നമുക്ക് ഒരു വലിയ രീതിയിലുള്ള ഗ്യാപ്പ് വരുന്നുണ്ട്, ചില എക്സാം അടുപ്പിച്ചാണെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പുള്ള ദിവസങ്ങളിൽ നമ്മുടെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം പഠിച്ചെടുക്കാൻ സാധിക്കും, ഏതെല്ലാം നമുക്ക് ഭാഗങ്ങൾ കവർ ചെയ്യാത്തത് കവർ ചെയ്യാം തുടങ്ങിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾ ഈ ടൈം ടേബിൾ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ലതായിരിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് +1 തുല്യതയുടെ, അതായത് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുള്ള ടൈം ടേബിൾ ആണ്. ഒന്നാമത്തെ ദിവസം 11/7/2026, 11/7/2026 സാറ്റർഡേ ആണ്, ശനിയാഴ്ച. 9:30 മുതൽ 12:15 വരെയാണ് പരീക്ഷ. അന്നത്തെ ദിവസത്തെ പരീക്ഷ ഹിസ്റ്ററി അല്ലെങ്കിൽ അക്കൗണ്ടൻസി ആണ്. അതായത് ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററി ആണ്, കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസി ആണ് പരീക്ഷ. 11/7/2026 സാറ്റർഡേ 9:30 മുതൽ 12:30 വരെ ഹിസ്റ്ററി അക്കൗണ്ടൻസി. ഓക്കെ, ഇനി രണ്ടാം ദിവസത്തെ പരീക്ഷ 18-ാം തീയതിയാണ്. 18-ാം തീയതി എന്ന് പറയുമ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് വന്നിട്ടുണ്ട്. 18/7/2026 സാറ്റർഡേ, അത് ശനിയാഴ്ചയാണ്. 9:30 മുതൽ 12:15 വരെയാണ് സമയം. അന്നത്തെ ദിവസത്തെ പരീക്ഷ 3 പരീക്ഷകളാണ് നടക്കുന്നത്. അത് കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ് ആണ്, ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജി അഥവാ ഗാന്ധിയൻ സ്റ്റഡീസ്. ചില സ്കൂളുകളിൽ ഗാന്ധിയൻ സ്റ്റഡീസ് ആണ് സോഷ്യോളജിക്ക് പകരമുള്ളത്. അതുകൊണ്ട് ഗാന്ധിയൻ സ്റ്റഡീസ് സോഷ്യോളജിക്ക് പകരം പഠിക്കുന്ന ആൾക്കാരുടെ പരീക്ഷയാണ്. അപ്പോൾ 18-ാം തീയതി സാറ്റർഡേ 9:30 മുതൽ 12:15 വരെ ബിസിനസ് സ്റ്റഡീസ്, സോഷ്യോളജി അല്ലെങ്കിൽ ഗാന്ധിയൻ സ്റ്റഡീസ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാം ദിവസത്തെ പരീക്ഷ 24/7/2026, 24/7/2026 ഫ്രൈഡേ, വെള്ളിയാഴ്ചയാണ്. 9:30 മുതൽ 12:15 തന്നെയാണ് പരീക്ഷ. അന്നത്തെ ദിവസം എല്ലാവർക്കും ഒരേ പരീക്ഷയാണ്, പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഓക്കെ, അത് ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും പൊളിറ്റിക്കൽ സയൻസ് ആണ്, ഒരുമിച്ചാണ്. നാലാം ദിവസത്തെ പരീക്ഷ 26/7/2026, അതായത് അവിടെ 2 ദിവസത്തെ ഗ്യാപ്പേ വരുന്നുള്ളൂ. ഒരു ദിവസത്തെ അല്ലേ, 24 കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഗ്യാപ്പ്. അപ്പോൾ 26/7/2026 പരീക്ഷ സൺഡേ ആണ്, ഞായറാഴ്ചയാണ്. 9:30 മുതൽ 12:15 വരെയാണ് പരീക്ഷ. 9:30 മുതൽ 12:15 വരെ ഇംഗ്ലീഷ് ആണ്, അതും കോമൺ ആണ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ആണ്. അഞ്ചാം ദിവസത്തെ പരീക്ഷ 27/7/2026, അപ്പോൾ അവിടെ ഗ്യാപ്പ് ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. 27/7/2026 മൺഡേ, തിങ്കളാഴ്ചയാണ് പരീക്ഷ. രാവിലെ തന്നെയാണ്, 9:30 മുതൽ 12:15 വരെ. ഇക്കണോമിക്സ് ആണ് അന്നത്തെ പരീക്ഷ. ഓക്കെ, 27/7/2026 ഇക്കണോമിക്സ് ആണ് പരീക്ഷ. ഇനി ലാസ്റ്റ് ദിവസത്തെ പരീക്ഷ, 6-ാം ദിവസം പരീക്ഷ അടുത്ത മാസമാണ്, 2-ാം തീയതിയാണ്. 2/8/2026. ഓക്കെ, 2/8/2026 സൺഡേ, ഞായറാഴ്ചയാണ് പരീക്ഷ. 9:30 മുതൽ 12:15 വരെ. അന്നത്തെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. മലയാളം എടുത്തവർ മലയാളം എഴുതുക, ഹിന്ദി എടുത്തവർ ഹിന്ദി എഴുതുക, കന്നഡ എഴുതുന്നവർ കന്നഡ എഴുതുക. ഓക്കെ, അപ്പൊ 2/8/2026 സൺഡേ 9:30 മുതൽ 12:15 വരെ പരീക്ഷ. ഏതാണ്? സെക്കൻഡ് ലാംഗ്വേജ് ആണ്, മലയാളം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ കന്നഡ. ഇത്രയാണ് +1 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ്
തുല്യത പഠിതാക്കളുടെ പുതുക്കിയ ടൈം ടേബിൾ. ഇനി പ്ലസ് ടുക്കാരുടെ പുതുക്കിയ ടൈം ടേബിൾ നോക്കാം. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിതാക്കളുടെ പുതുക്കിയ ടൈം ടേബിൾ പരീക്ഷയുടെ ഒന്നാം ദിവസം പരീക്ഷാ തീയതി 10/7/2026 ആണ്. 10/7/2026 ഫ്രൈഡേ ആണ്. രാവിലെയാണ് പരീക്ഷ. 9:30 മുതൽ 12:15 വരെ ഇംഗ്ലീഷാണ്. രണ്ടു കൂട്ടർക്കും കോമൺ ആയിട്ടുള്ള പരീക്ഷ ഇംഗ്ലീഷാണ്. രണ്ടാം ദിവസത്തെ പരീക്ഷ 12/7/2026, ഒരു 2 ദിവസത്തെ ഗ്യാപ്പ്. 12/7/2026 സൺഡേയിലാണ് പരീക്ഷ. സൺഡേ 9:30 മുതൽ 12:15 വരെയാണ്. രാവിലെയാണ് പരീക്ഷ. അന്നത്തെ പരീക്ഷകൾ കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ് ആണ്. ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജി അഥവാ ഗാന്ധിയൻ സ്റ്റഡീസ്. സോഷ്യോളജി എടുത്ത് പഠിക്കുന്നവർക്ക് സോഷ്യോളജിക്ക് പകരം ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കുന്നവർക്ക് ഗാന്ധിയൻ സ്റ്റഡീസ്. 12-ാം തീയതി ബിസിനസ് സ്റ്റഡീസ്, സോഷ്യോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്. ഓക്കെ. മൂന്നാം ദിവസത്തെ പരീക്ഷ 17-ാം തീയതിയാണ്. നമുക്കൊരു ചെറിയ ഒരു ഇടവേള അവിടെ കിട്ടും. 17-ാം തീയതി 17/7/2026 ഫ്രൈഡേ, വെള്ളിയാഴ്ചയാണ് പരീക്ഷ. 9:30 മുതൽ 12:15 വരെയാണ്. അന്നത്തെ ദിവസം ഹിസ്റ്ററി, അക്കൗണ്ടൻസി എന്നിവയാണ് പരീക്ഷ. ഹിസ്റ്ററി നമ്മുടെ ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററിയും കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസിയുമാണ് പരീക്ഷ. ഇനി 4-ാം ദിവസത്തെ പരീക്ഷ 19/7/2026, അതായത് ഞായറാഴ്ചയാണ്, സൺഡേ. ഓക്കെ. 19/7/2026 സൺഡേയില് രാവിലെയാണ് പരീക്ഷ. 9:30 മുതൽ 12:15 വരെ ഇക്കണോമിക്സ് ആണ്. ഓക്കെ. ഇക്കണോമിക്സ് ആണ് 19-ാം തീയതിയിലെ പരീക്ഷ. ഇനി 5-ാം ദിവസത്തെ പരീക്ഷ 25/7/2026 25/7/2026 അത് സാറ്റർഡേ ആണ്. അവിടുന്ന് അങ്ങോട്ടൊരു ലോങ് ടൈം നമുക്ക് കിട്ടും. സാറ്റർഡേ അല്ലെ, സൺഡേ. എക്കണോമിക്സിന്റെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൺഡേയിലാണ് എക്സാം വരുന്നത്. സാറ്റർഡേ ആണ് പരീക്ഷ വരുന്നത്. ഓക്കെ. 25/7/2026 സാറ്റർഡേ, ശനിയാഴ്ചയാണ്. രാവിലെയാണ് 9:30 മുതൽ 12:15 വരെ. അന്നത്തെ പരീക്ഷ എല്ലാവർക്കും കോമൺ ആണ്. പൊളിറ്റിക്കൽ സയൻസ്, ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഒരുമിച്ചാണ് പരീക്ഷ, അതായത് പൊളിറ്റിക്കൽ സയൻസ്. 6-ാം ദിവസത്തെയും അവസാനത്തെയുമായിട്ടുള്ള പരീക്ഷ 1-ാം തീയതി, അടുത്ത മാസമാണ്. 1-ാം തീയതി, അതായത് 1/8/2026 സാറ്റർഡേ ആണ്. രാവിലെ 9:30 മുതൽ 12:15 വരെ. അന്നത്തെ ദിവസം സെക്കൻഡ് ലാംഗ്വേജ് ആണ് മലയാളം, ഹിന്ദി, കന്നഡ. മലയാളം എഴുതുന്നവർ മലയാളം, ഹിന്ദി എഴുതുന്നവർ ഹിന്ദി, കന്നഡ എഴുതുന്നവർ കന്നഡ. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്ത് പഠിക്കുന്ന തുല്യതക്കാരുടെ പഠിതാക്കളുടെ പുതുക്കിയ ടൈം ടേബിൾ. ഈ 2 ടൈം ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പേപ്പറിലേക്ക്, വലിയൊരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട്, സിമ്പിളായിട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത്, പഠിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒന്ന് പതിപ്പിച്ച് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പരീക്ഷ എന്നുള്ളത്. കാരണം ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഓൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പഴയ ടൈം ടേബിൾ ആയിരിക്കും ഉണ്ടാവുക. ഇനി അതല്ല, ഓൾ ടിക്കറ്റ് കിട്ടാത്തവരാണെങ്കിൽ പുതിയ ഓൾ ടിക്കറ്റ് നിങ്ങൾക്ക് വരും. അപ്പൊ അതിൽ ടൈം ടേബിൾ പുതുക്കിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഏതായാലും നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക. നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പരീക്ഷയാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും, അതുപോലെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.